ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശീതൾ എൽസ ഒഫീഷ്യൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ അത് തന്നെയാണ് സംഭവം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഇൻട്രോ എടുക്കുന്നത് ഓൾറെഡി വീട്ടിൽ നിന്ന് കുറച്ച് ഷൂട്ട് ചെയ്ത് ഓൺ ദ വേയിൽ കാറ് നിർത്തിയിട്ടാണ് നമ്മൾ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ വയനാട്ടിൽ ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഈ ഒരു സംഭവം നടന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളാലാകുന്ന സഹായം ചെയ്യുക എന്നുള്ളൊരു മോട്ടീവിലാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത്. ആക്ച്വലി ഈ വീഡിയോ നമ്മൾ ഇടാൻ ഉദ്ദേശിച്ചതല്ല. ഇത് ഇടുന്നതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കുഞ്ഞിന്റെ നെയിമിംഗ് സെറമണി നമ്മൾ കഴിഞ്ഞ 28-ാം തീയതി നടത്തിയിരുന്നു. അപ്പോൾ അതിന്റെ ഫോട്ടോസും വീഡിയോസും നമുക്ക് കിട്ടിയത് ഇന്നലെയായിരുന്നു കിട്ടിയത്. 5 days ആയിട്ട് ഞങ്ങൾ ആക്റ്റീവ് അല്ലായിരുന്നു, കാരണം ഇയാൾക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിന്റെ സെറമണിയൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. സോ ആ ഒരു 5 days ബാക്ക് വരെ ഞങ്ങൾ ഒന്നും ആക്റ്റീവ് അല്ലായിരുന്നു. ഇന്നലെയാണ് ഞങ്ങൾ വീണ്ടും ഈ പറഞ്ഞ കുഞ്ഞിന്റെ വീഡിയോ കിട്ടിയപ്പോൾ ഞങ്ങൾ പോസ്റ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് നല്ല കമന്റ്സ് വന്നു. കുഞ്ഞിന്റെ പേര് എല്ലാവരും അറിഞ്ഞു. കൂട്ടത്തിൽ നമുക്കൊരു 5-6 കമന്റ്സ് വന്നു. ഇതുപോലെ നിങ്ങൾ വയനാടിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നും പറഞ്ഞിട്ട് കമന്റ് വന്നിരുന്നു. ആക്ച്വലി ഞങ്ങൾ ഇതിന് മുൻപും സഹായം ചെയ്തിട്ടുണ്ട്, വയനാട്ടിലേക്കല്ല കേട്ടോ, അല്ലാണ്ട് ഐ തിങ്ക് ഒരു 3-4 year നമ്മൾ ചെയ്യുന്നുണ്ടത്. പക്ഷേ നമ്മൾ ഇതൊന്നും വീഡിയോ ആക്കി ഇടുന്നില്ല. ഓക്കെ, അതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതല്ല. ഇപ്പം ഈ വീഡിയോ കാണുമ്പം നിങ്ങൾ കരുതും കുറേ പേര് കമൻറ്റ് ചെയ്യുമായിരിക്കും, ഈ ഒരു കാര്യവും നിങ്ങൾ കണ്ടന്റ് ആക്കി വീഡിയോ ഇടുന്നു, നാണമില്ലേ? നമ്മൾ വീഡിയോ ഇട്ടാൽ നിങ്ങൾ ഇങ്ങനെ പറയും, വീഡിയോ ഇട്ടില്ലെങ്കിൽ നിങ്ങൾ പറയാം നമ്മൾ സഹായിക്കുന്നില്ല എന്നുള്ളത്. സോ നിങ്ങളെ ഒന്ന് എന്തിനൊന്ന് കാണിക്കണ്ടേ നിങ്ങളെ, അതുകൊണ്ട് നമ്മൾ ഇട്ടതാണ്, വേറൊന്നും കൊണ്ടല്ല. പിന്നെ കഴിഞ്ഞ 4 years ആയിട്ട് ഞങ്ങൾ എന്താ പറയുന്നത്, ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ വീഡിയോ ആക്കി ഇറക്കി ആരെയും കാണിക്കുന്നില്ല. കാരണം നമ്മൾ സഹായിക്കുന്നവരുടെ ഫേസ് അതിലുണ്ടാവും. സോ അത് അവർക്കൊരു നാണക്കേടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒന്നും ഇടാറില്ല. അതിൻ്റെ അർത്ഥം നമ്മൾ സഹായിക്കുന്നില്ല എന്നുള്ളത്. ഇപ്പം നമ്മൾ ഗർഭിണിയായ സ്ത്രീകളെ നമ്മൾ സഹായിക്കുന്നുണ്ട്, വൃദ്ധരായ ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. നമ്മളത് ഐ തിങ്ക് 4 years ആയില്ലേ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പാകത്തിനൊരു കേപ്പബിൾ ആയിട്ട് നമ്മൾ 4 വർഷമായിട്ടേ ഉള്ളൂ. അപ്പം അപ്പത്തൊട്ട് നമ്മൾ സഹായിക്കുന്നുമുണ്ട്. പക്ഷെ എന്ന് വരെ നമ്മളിതൊന്നും വീഡിയോ ഒക്കെ ഇറക്കുന്നില്ല. ഓക്കെ, നമ്മുടെ ഒരു കൈ ചെയ്യുന്നത് മറ്റേ കൈ അറിയരുത് എന്നാണ് ഞങ്ങളുടെ ഒരു പോളിസി. പക്ഷെ ഇതിറക്കാനുള്ള കാര്യം ഇതാണ്, നമ്മൾ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ഞങ്ങൾ ഇറക്കുമ്പോഴത്തേക്കും അത് മിക്കവാറും കുഞ്ഞിന്റെ നെയിമിംഗ് സെറമണി ആയിരിക്കും. ഓൾറെഡി നമ്മളുടെ വീഡിയോ ഒക്കെ എഡിറ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. നെയിമിംഗ് സെറമണിയുടെ അല്ലാതെ ചെയ്തോണ്ടിരിക്കുകയാണ്. കാരണം വീഡിയോസ് ഞങ്ങൾക്ക് കിട്ടിയത് ഇന്നലെയാണ്. അതിന് മുമ്പുള്ള പ്രിപ്പറേഷൻ ഒക്കെ നമ്മൾ ചെയ്ത് വെച്ചിരുന്നു. ആ വീഡിയോ ഇനി ഇറക്കുമ്പോൾ മിക്കവാറും അതിൽ വീണ്ടും കമന്റ് വരും, നിങ്ങൾ ഇങ്ങനെ ആഘോഷിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട്. സോ നമ്മൾ വീഡിയോ ഇങ്ങനെ ചെയ്യാത്തതിന്റെ കാര്യം ഇതാണ്. ഓക്കെ, നമ്മള് താല്പര്യമില്ല ഒരുപാട് പേരിലേക്ക് ഇങ്ങനെ കാണിക്കാൻ. കമന്റ് ഇടുന്നവർ ഒരു തേങ്ങ നമ്മളെ പറ്റി അറിയാതെ കമന്റ് ഇടുന്നത്. ചുമ്മാ ഇവരൊക്കെ ഇങ്ങനെയാണ് ഫേമസ് ആയി കഴിയുമ്പോഴത്തേക്ക് അവരവരുടെ ജീവിതത്തിലെ സന്തോഷം മാത്രമാണ് കാണിക്കുന്നത്. ഇവർക്ക് ഈ കാശ് കൊണ്ട് അവരെ സഹായിച്ചൂടെ? ആക്ച്വലി 28-ാം തീയതി നടന്ന ഫംഗ്ഷന് ഞങ്ങൾ ചെലവാക്കിയ പൈസ എങ്ങനെയാണ് ഈ കഴിഞ്ഞ ദിവസം നടന്ന അപകടത്തിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്? ഞങ്ങൾ ആക്ച്വലി ആ 28th ഫംഗ്ഷന്റെ എമൗണ്ട് ഞങ്ങൾ ഒരു 1 week ബിഫോർ നമ്മൾ അഡ്വാൻസും കൊടുക്കുക എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അത് നിങ്ങൾ നമ്മുടെ പ്രിപ്പറേഷൻ കണ്ടാൽ മനസ്സിലാകും. നമ്മൾ നേരത്തെ അഡ്വാൻസ് പേ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം പിന്നെ ഒരു 1 week ശേഷമാണ് നമുക്ക് കഴിഞ്ഞ 28-ാം തീയതി നമ്മൾ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എല്ലാവരും അവരവരുടെ കുഞ്ഞിനെ പേരിടുമ്പോ അതൊരു ഫംഗ്ഷൻ ആയിട്ട് നടത്തും. ഞങ്ങൾക്ക് മാത്രം പ്രത്യേകത ഒന്നുമില്ല, എല്ലാവരും നടത്തിയവരെ നമ്മൾ നടത്തി, അത്രേ ഉള്ളൂ. ആക്ച്വലി ഇതൊന്നും നമുക്കിത് പറയേണ്ട കാര്യമില്ല. എന്നാലും ഈ ഒന്നും അറിയാതെ വന്ന് ഒരുമാതിരി വൃത്തിയുടെ കമന്റ് ഇടുന്നവർക്ക് വേണ്ടി മാത്രമാണ് നമ്മളിത് പറഞ്ഞത്. അത് മാത്രമല്ല, ഇപ്പൊ ഈ വീഡിയോ ഇടുന്നതിന് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. ഇന്നലെയാണ് ഇത്രയും വയനാട്ടിലെ കാര്യങ്ങൾ സിവിയർ ആയിട്ട് നമ്മൾ അറിഞ്ഞത്. ഞങ്ങൾ എന്തായാലും ഇത് ചെയ്യണം എന്നുള്ള ഇതിലായിരുന്നു, പക്ഷെ വീഡിയോ എടുക്കാനുള്ള പ്ലാൻ ഉണ്ടായില്ല. പിന്നെ ഈ കമന്റ്സ് കണ്ടപ്പോൾ നമുക്ക് എന്തായാലും തോന്നി ഇത് വീഡിയോ ആയിട്ട് ഇടണം. പിന്നെ ഞങ്ങൾക്ക് ഇതൊരു ഇൻസ്പിറേഷൻ വന്നത്, കുറേ മലയാളികൾ വയനാട്ടിൽ ഇതിനു വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അതിലൊരു കമന്റ് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ഒരു ചേട്ടൻ ഇട്ടേക്കുവാണ്, ഈ അപകടത്തിൽ പറ്റിയ ചെറിയ കുഞ്ഞുങ്ങൾ, മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, എൻ്റെ ഭാര്യ റെഡിയാണെന്ന് പറഞ്ഞൊരു കമന്റ് ഉണ്ട്. അത് ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു കമന്റ് ആയിരുന്നു. അത്രയും നല്ല രീതിക്ക്. അത് മാത്രമല്ല, പിന്നെ കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട്. അങ്ങനെ ഒത്തിരി കമന്റ്സ് ഒക്കെ കണ്ടു. ആക്ച്വലി വേറൊരു കമന്റ് കണ്ടിരുന്നു, ഒരു കുഞ്ഞ് ആരുമില്ല, ഫാമിലി മൊത്തം മരിച്ചുപോയി. അപ്പൊ ഇതൊരു കമന്റ് ഉണ്ടായിരുന്നു, പൈസ അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി വലിയ മെച്ചമൊന്നുമില്ല, എന്നാലും എനിക്ക് ആ കുഞ്ഞിനെ നോക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ആക്ച്വലി അങ്ങനെയൊക്കെ കമന്റ് കാണുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ നമ്മള് ഓരോരുത്തരുടെ കമന്റ് അല്ലെങ്കിൽ ഓരോരുത്തർ ചെയ്യുന്നത് കാണുമ്പോൾ പല ആൾക്കാരും ഇൻസ്പയർ ആവും. അപ്പൊ എനിക്ക് ആക്ച്വലി ആ മുലപ്പാല് കൊടുക്കുന്ന ഇത് പറഞ്ഞപ്പോ എനിക്ക് അറിയാലോ, ഇപ്പൊ ന്യൂ ബോണിന്റെ അമ്മയാണ് ഞാൻ. എനിക്കത് ഭയങ്കരമായിട്ട്
ഇൻസ്പയർ ആയ കമന്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. നമ്മുടെ അരിമണിയുടെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ ഒരുപാട് അവിടെ സഫർ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഓർത്തപ്പോഴത്തേക്ക് ഒരു ഇതായി. അപ്പൊ ഞാൻ വിനോട് പറഞ്ഞു, വിനു നമ്മളെന്തായാലും ചെയ്യുന്നുണ്ട്, നമുക്കിങ്ങനെ കമന്റ്സ് വരുന്നുണ്ട്, നമുക്ക് ചെയ്യുമ്പോൾ അതൊരു വീഡിയോ ഇടാം. നമ്മളുടെ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങളിൽ കുറെ പേര് ഇൻസ്പയർ ആവും, നമുക്കറിയാം. കാരണം ഓൾറെഡി നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ പ്രൊമോഷൻ തന്നെ ചെയ്യുവാണെങ്കിൽ കുറെ പേര് ഞങ്ങൾ വിശ്വസിച്ച് അത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു നല്ല മെസ്സേജ് ഉള്ള ഒരു കണ്ടന്റ് വീഡിയോ നമ്മൾ ചെയ്യുവാണെങ്കിൽ പലരും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയെന്ന് നിങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് പേഴ്സണൽ DM വരാറുണ്ട്. അപ്പോൾ ഞങ്ങളിത് ചെയ്യുന്നത് കണ്ട് നിങ്ങൾ കുറെ പേർക്ക് ഇൻസ്പയർ ആയി നിങ്ങളാൽ കഴിയുന്ന സഹായം നമ്മുടെ വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് ഞങ്ങളുടെ കേരള ഇൻഫ്ലുവൻസേഴ്സ് അസോസിയേഷനിൽ കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഓരോരുത്തരും ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് പിക്കപ്പ് പോയിന്റ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ എറണാകുളത്തുള്ള ടീമിനെ കോൺടാക്ട് ചെയ്തിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കും. പിന്നെ നമ്മുടെ കയ്യിൽ തന്നെ പുതിയ കുറച്ച് ഫ്രഷ് പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട്, അതൊക്കെ കൊണ്ടുപോയിട്ട് നമ്മളവിടെ കൊടുക്കാൻ പോവാണ്. നമുക്ക് ചെറുതോ വലുതോ എന്ത് സഹായമാണെങ്കിലും പൈസ ആയിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, സാധനങ്ങളായിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ നമുക്ക് കുഞ്ഞിന്റെ നെയിമിംഗ് സെറമണി കഴിഞ്ഞുകൊണ്ട് തന്നെ കുഞ്ഞിന് ഒരുപാട് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. ഉപയോഗിക്കാത്ത കുറെ ഫ്രഷ് പ്രൊഡക്ട്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ എടുക്കുന്നുണ്ട്. അത് കൂടാണ്ട് നമ്മളിപ്പം ബാക്കിയുള്ള ഐറ്റംസ് വാങ്ങാൻ വന്നിരിക്കുകയാണ്. ഒരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ ഒരിക്കലും ഫുഡ് ഐറ്റംസ് ഒന്നും എന്താ പറയുക, ഈ പഴം അല്ലെങ്കിൽ ഇതുപോലത്തെ മേ ബി ചോറ് അങ്ങനെ അതൊന്നും കൊണ്ട് കൊടുക്കരുത്. കാരണം നമുക്ക് ഇവിടുന്ന് വയനാട്ടിൽ പോകാനുള്ള ദൂരം തന്നെ ഒരു 1.5 ദിവസം എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. സോ അതൊക്കെ ചീത്തയായി ഞങ്ങൾക്ക് എറണാകുളത്ത് കേട്ടോ. നിങ്ങൾക്ക് അടുത്തുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാൻ കുഴപ്പമില്ല. ഫുഡൊക്കെ വാങ്ങിക്കുമ്പോൾ എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കി വാങ്ങിക്കുക. കാരണം നമ്മൾ കൊണ്ടുപോയി കൊടുത്താലും ഇവിടെ ഉള്ളവർ അത് അവിടെ എത്തിക്കുമ്പോൾ എങ്ങനെ ടൈം എടുക്കും കാര്യങ്ങളൊന്നും അറിയത്തില്ല. സോ അതിന്റെയാണ് ഇപ്പൊ ഈ വീഡിയോ. ഇതാണ് നമ്മുടെ ഉദ്ദേശശുദ്ധി. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നല്ല മനസ്സുള്ളവർ മനസ്സിലാക്കുക, കുഷ്ടം പിടിച്ചവര് മനസ്സിലാക്കാതിരിക്കുക, പിന്നെ കമന്റ് ചെയ്യുക. നിങ്ങൾ നെഗറ്റീവ് കമന്റ് ഇടുക. അല്ല, ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമ്മൾ ഈ വീഡിയോ ഇട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഞങ്ങളുടെ അടുത്തൊരു വീഡിയോ ആകുമ്പോൾ ഒന്ന് കമന്റ് ചെയ്യും, നിങ്ങൾ എന്ത് സഹായിച്ചില്ലെന്ന് ചോദിക്കും. ഓക്കെ, ഇപ്പൊ ഈ വീഡിയോ ഇട്ടപ്പം ഇടുന്ന കണ്ടന്റ് നിങ്ങൾ മേ ബി കുറെ ഈ പറഞ്ഞ പോലെ കുഷ്ടം പിടിച്ചവരും ചോദിക്കും, എന്തിന് വീഡിയോ ഇട്ടു, നിങ്ങൾ കണ്ടന്റ് നിങ്ങൾ ഇതാക്കിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കും. നമ്മൾ ഇട്ടാലും കുറ്റം, ഇട്ടില്ലെങ്കിലും കുറ്റം എന്നുള്ള വീഡിയോയില് 2 ഉപകാരമാണ് ഞങ്ങൾ കാണുന്നത്. ഒന്ന് ഇതിന് പറഞ്ഞ പോയിന്റ്, 2 നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് ആൾക്കാർ കുറച്ച് പേരെങ്കിലും ചെയ്യും. വേണ്ട കാര്യമുണ്ട്. നിങ്ങൾ മാക്സിമം ഡ്രസ്സ് കൊടുക്കുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്ത വസ്ത്രങ്ങൾ കൊടുക്കാതിരിക്കുക. ഓക്കെ, കാരണം അത് വേണ്ട, അതുകൊണ്ട് ഉദ്ദേശം വേറൊന്നുമല്ല. മാക്സിമം പുതിയത് തന്നെ കൊടുക്കുക നിങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഇവിടെ നിന്ന് ഏകദേശം എല്ലാം എടുത്തു, സെറ്റായി. ബാക്കിൽ ഒരാൾ കിടപ്പുണ്ട്, കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ അരിമണിക്കുഞ്ഞിന് വിതയ്ക്ക് നമ്മള് ടമ്മി ടൈം കൊടുത്ത് കിടത്തേക്കുമായിരുന്നു. ആ ഗ്യാപ്പിൽ ആള് നന്നായിട്ട് ഉറങ്ങി. ഇനി ഇവനിവിടെ അമ്മേനെയും പപ്പേനെയും ഏൽപ്പിച്ചിട്ട് കുഞ്ഞിനുള്ള പാലൊക്കെ ഞാൻ എക്സ്പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പാല് തീരുന്നതിന് മുമ്പ് നമുക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ തീർത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ നമ്മുടെ അരിമണിക്ക് കിട്ടിയ കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു, നെയിമിങ് സെറിമണിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പാക്ക് ചെയ്യുവാണ്. ഇതെല്ലാം കുഞ്ഞിന് കിട്ടിയതാണ്, നമ്മളിതൊന്നും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ അവന് വേണ്ടി ഞാൻ എപ്പോഴും സ്നഗ്ഗി ബൾക്കായിട്ട് വാങ്ങിച്ചു വയ്ക്കുമായിരുന്നു. അത് ഓക്കെ. അപ്പം നമ്മുടെ അരിമണിയുടെ നെയിമിങ് സെറമണിക്ക് കിട്ടിയതും ഞങ്ങൾ കുഞ്ഞിന് വേണ്ടി പുതിയതായിട്ട് വാങ്ങിച്ചതായിട്ടുള്ള ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് നമ്മുടെ വയനാട്ടിലെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി നമ്മൾ എടുക്കുവാണ്. അപ്പോൾ നമുക്ക് ഇറങ്ങാം. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുറച്ച് ബേബി ലോഷൻസ്, ഹെയർ ഓയിൽ, ഷാംപൂസ്, പിന്നെ ബേബി ക്രീം, ഇതൊക്കെ നമുക്ക് കൊണ്ടുപോകണം. കാരണം ഇപ്പം ഡ്രസ്സ് പോലെ തന്നെ അവരുടെ ആ ഒരു എന്താ പറയുക സ്കിന്നിൻ്റെയൊക്കെ ഒരു കെയർ അല്ലെങ്കിൽ ഹെയറിൻ്റെ കെയറൊക്കെ അത്യാവശ്യമാണ്. കാരണം ഈ സമയത്ത് വളരുന്ന പ്രായമാണല്ലോ. ഇതിപ്പോൾ കുറച്ച് നൈറ്റീസാണ്. ഞാൻ എൻ്റെ വീഡിയോസിൽ യൂസ് ചെയ്യുന്ന കഫ്താൻ നൈറ്റി. അത് എനിക്ക് തരുന്ന പേജ് നിങ്ങൾക്കറിയാം, ക്ലാഷ് ഓഫ് കളേഴ്സ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജാണ്. അപ്പോൾ അവരായിട്ട് പാർട്ണർഷിപ്പ് ഉള്ളതുകൊണ്ട് അവരോട് നമ്മൾ ചോദിച്ചു കുറച്ച് നൈറ്റീസ് തരാൻ പറ്റുമെന്ന് പറഞ്ഞ് ചോദിച്ചപ്പോഴത്തേക്ക് അവർ സന്തോഷത്തോടെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതും അങ്ങോട്ടേക്ക് കൊടുക്കുവാണ്. കുറച്ചധികം അവർ തന്നിട്ടുണ്ട്, എത്ര എണ്ണം നമുക്കറിയില്ല, നമ്മൾ എണ്ണിയിട്ടില്ല. അപ്പോൾ ഇതും കൂടെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുവാണ്. നമ്മൾ ഇറങ്ങാൻ നേരം ആയപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞുമണി എണീറ്റിട്ടുണ്ട്. അങ്ങോട്ട് പൊന്നോ പോയിട്ട് വരാട്ടാ, അമ്മച്ച പോയിട്ട് വരാട്ടാ. ആ ഗുബുയായിട്ട് പാലും പൊകിച്ചോ.
പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ആദ്യം പോയത് ഒരു മാർജിൻ ഫ്രീ പോലത്തെ ഒരു ഷോപ്പിലേക്കാണ്. ഞങ്ങൾ ആദ്യം കുറേ ഫോർമുല മിൽക്കിനുള്ള പൗഡേഴ്സ് എടുത്തു. കാരണം മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അത് കിട്ടാത്ത അവസരത്തിൽ ഫോർമുല മിൽക്ക് ഒരുപാട് ആവശ്യമായിട്ട് വരും. അതിനുശേഷം നമ്മൾ ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊന്നും എടുത്തില്ല. കാരണം അതൊക്കെ ഒരുപാട് നല്ല മനസ്സുള്ള ആൾക്കാർ സഹായമായിട്ട് അവിടെ എത്തിച്ചിട്ടുണ്ടെന്ന് പോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പം ഞങ്ങൾ പേസ്റ്റ്, ബ്രഷ്, വെളിച്ചെണ്ണ, പിന്നെ സോപ്പ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ കുറേ എടുത്തു. പിന്നെ സ്നഗി വീട്ടിൽ നിന്ന് എടുത്തത് കൂടാതെ പാമ്പേഴ്സ് കുറച്ചധികം വാങ്ങിച്ചു. കാരണം ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ ഒരു ദിവസം തന്നെ ഒത്തിരി പാമ്പേഴ്സ് ആവശ്യമായിട്ട് വരും. ഇവിടെ അരിമണിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ദിവസം എന്തോരം യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. അതുകൊണ്ട് അത് കുറച്ചും കൂടെ എടുത്തു. ഇത് കുറേ എടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0 to 6 months വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റിയത്, പിന്നെ കുറച്ചും കൂടെ വലിയ കുട്ടികൾക്ക് പറ്റിയത്, അങ്ങനെ പല സൈസിലായതുകൊണ്ട് നമ്മൾ അധികം എടുത്തു. അതുപോലെ തന്നെ സാനിറ്ററി പാഡ്സ് ഒരുപാട് എടുത്തു. സ്മോള്, മീഡിയം, ലാർജ്, XL, XXL പല സൈസിലുള്ളത് അധികം എടുത്തു. അവിടെ ഒത്തിരി പേരുണ്ടാവുമല്ലോ. പിന്നെ ഞങ്ങൾ കുറച്ച് ഇത് കൂടാതെ എടുത്തത് ന്യൂഡിൽസാണ് എടുത്തത്. അതിരുന്നാൽ ചീത്തായി പോവാത്തതായതുകൊണ്ട് അത് കുറച്ചെടുത്തു. ഒരുപാട് എടുത്തില്ല, അത് വളരെ കുറച്ചെടുത്തുള്ളൂ. എന്നിട്ട് നമ്മൾ കാറിൽ അതെല്ലാം എടുത്തിട്ട് വിനു ബില്ല് പേ ചെയ്ത് ഇറങ്ങി. പിന്നെ നമ്മൾ പോയതൊരു ടെക്സ്റ്റൈൽസിലേക്കാണ്. അവിടെ പോയിട്ട് നമ്മൾ കുറച്ച് ചുരിദാറുകൾ എടുത്തു, പല സൈസ്. ഇതുപോലെ തന്നെ സ്മോള്, മീഡിയം, ലാർജ്, XL, XXL ഒക്കെ വരുന്ന ചുരിദാറുകൾ കുറച്ചധികം കൊടുത്തു. ടോപ്പ് മാത്രമേ ഉള്ളൂ, അതിൻ്റെ ബോട്ടംസ് കിട്ടിയില്ല. അവിടെ ലെഗിൻസ് ആണ് ഉണ്ടായിരുന്നത്, ആംഗിൾ ഫിറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊന്നും ആ സമയത്ത് അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല എന്നുള്ളതുകൊണ്ട് അത് നമ്മൾ എടുത്തില്ല, വേറെ ഷോപ്പിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞുങ്ങൾക്കുള്ള ഡ്രസ്സ് കുറച്ചുകൂടെ എടുക്കണമെന്ന് വിചാരിച്ചു. ഇവിടെ കുഞ്ഞുങ്ങൾക്കുള്ള ഡ്രസ്സ് ഉണ്ട് എന്നുള്ള ബോർഡ് കൂടെ കണ്ടിട്ടാണ് നമ്മൾ കയറിയത്. പക്ഷേ അത്ര ചെറിയ കുട്ടികൾക്കുള്ള ഡ്രസ്സായിരുന്നില്ല, കുറച്ച് വലിപ്പമുള്ള കുട്ടികൾക്കുള്ളതായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരുന്ന വെച്ചത് ഒരു 6 മാസത്തിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റിയ ഡ്രസ്സാണ്. ബിക്കോസ് അരിമണിയാണ് എപ്പോഴും ഇങ്ങനെ മനസ്സിൽ വരുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഡ്രസ്സ് വാങ്ങിയിട്ട് ഇറങ്ങി. ഇനി ഞങ്ങൾക്ക് മെൻസ് വെയർ വാങ്ങിക്കണം, കുറച്ച് മുണ്ട്, ഷർട്ട്, ചെരുപ്പ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. പിന്നെ തോർത്ത്, ബെഡ്ഷീറ്റൊക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ പോയിട്ട് വേറൊരു ഷോപ്പിൽ കയറി. അവിടെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ചേട്ടൻ സൈസ് ചോദിച്ചപ്പോൾ വിനു പറഞ്ഞു സൈസ് അറിയത്തില്ല ഏട്ടാ, നമ്മൾ വയനാട്ടിലേക്കുള്ളവർക്ക് വേണ്ടി വാങ്ങുവാണെന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ വളരെ നല്ല മനസ്സിനുടമയായിരുന്നു. വിനു അവിടെ നിന്ന് എടുത്ത സാധനങ്ങളുടെ ബില്ലിൻ്റെ നേരെ പകുതി എമൗണ്ട് മാത്രമാണ് ആ ചേട്ടൻ വാങ്ങിച്ചത്. ആ നേരെ പകുതി എമൗണ്ട് വിനു ടൈപ്പ് ചെയ്തപ്പോൾ ആ ചേട്ടൻ പറഞ്ഞാൽ വേണ്ട മോനെ, അതിൽ നിന്ന് കുറച്ചുകൂടെ കുറച്ച് തന്നപ്പോൾ വിനു പറഞ്ഞു വേണ്ട ചേട്ടാ, അത് കുഴപ്പമില്ല, ഇത്രയും നമ്മൾ പേ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പൈസ നമ്മൾ കൊടുത്തു. ആ ചേട്ടനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തി. ഇത് പിക്കപ്പ് പോയിൻ്റ് ആണ്. ഇതുപോലെ സഹായം ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഇവരുടെ അടുത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുക്കും. ഇവരത് കളക്ട് ചെയ്ത് ഗോഡൗണിൽ വെച്ചിട്ട് ഇവർ വയനാട്ടിലേക്ക് അത് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇവരിതുപോലെ ആളുകൾക്ക് ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട്, കോർഡിനേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന പ്രൊഡക്ട്സ് എല്ലാം ഇവരെ ഏൽപ്പിച്ചു. നമുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് സന്തോഷമായി. നമുക്ക് മാത്രമല്ല അവർക്കും ഒരുപാട് സന്തോഷമായി. മനസ്സിനെന്തോ വല്ലാത്തൊരു സമാധാനം പോലെ ഫീൽ ചെയ്തു. അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ ഇവരുടെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരിവിടെ നിന്ന് ഇത് ഒന്നിച്ചാണ് പിക്കപ്പ് പോയിന്റിൽ നിന്ന് കൊണ്ടുപോയി ഏൽപ്പിക്കുന്നത്. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ നിങ്ങളിത് കൊണ്ടുപോകും അല്ലേ? അപ്പോൾ നമ്മളാൽ കഴിയുന്ന സഹായം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളും നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യുക. നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിലുള്ള കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാർ ആരാണോ അവരെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യുക. വയനാട്ടിലുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും കൈത്താങ്ങായിട്ട് നിന്ന് പ്രവർത്തിക്കാം അല്ലേ?